കേരളത്തിൽ SIR നീട്ടി. എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള തീയതി ഡിസംബർ 18 കരട് പട്ടിക ഡിസംബർ 23 പുറത്തുവിടും. PR അരവിന്ദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അരവിന്ദ്, നിരന്തരം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാനവും ഉൾപ്പെടെ ആവശ്യപ്പെട്ട കാര്യമായിരുന്നു ഇത്. ഒടുവിൽ അത് അംഗീകരിച്ചിരിക്കുകയാണ്. അരവിന്ദ്, കേരളത്തിൽ വീണ്ടും SIR നീട്ടിക്കൊണ്ടുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒരാഴ്ചത്തെ സമയം കൂടിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് നീട്ടി നൽകിയത്. നേരത്തെ ഡിസംബർ 11 എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. അത് ഡിസംബർ 18 ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീട്ടിയിരിക്കുകയാണ്. പ്രധാനമായും സംസ്ഥാനത്തിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ തീരുമാനമുണ്ടായത്. നേരത്തെ കേരളത്തിന്റെ SIR-നെതിരായ ഹർജികൾ പരിഗണിച്ചപ്പോൾ കേരളത്തിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഉചിതമായ തീരുമാനമെടുക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നിർദ്ദേശം നൽകുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരാതി അപേക്ഷയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സമർപ്പിക്കുവാനും കേരള സർക്കാരിനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരളം നൽകിയ അപേക്ഷ അടക്കം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരള ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി ചർച്ചകൾ നടത്തിയിരുന്നു. കൃത്യമായി കേരളത്തിലെ ആശങ്കകൾ ഈ യോഗത്തിൽ കേരള സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറും അറിയിച്ചിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ SIR ഒരാഴ്ച കൂടി കേരളത്തിൽ നീട്ടിവെക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇതോടുകൂടി എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഡിസംബർ 18. കരട് പട്ടിക ഡിസംബർ 23 പ്രഖ്യാപിക്കുക. അന്തിമ പട്ടിക വരിക ഫെബ്രുവരി 21. എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ ഡിസംബർ 23 മുതൽ ജനുവരി 22 വരെ സമർപ്പിക്കുവാനാണ് എന്തായാലും കേരളത്തിന്റെ ആവശ്യം. കാരണം കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം നടക്കുന്ന സാഹചര്യത്തിൽ SIR നീട്ടിവെക്കണമെന്നതായിരുന്നു സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെട്ടിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേരളത്തിലെ SIR ഒരാഴ്ച കൂടി നീട്ടിവെച്ചിരിക്കുന്നത്. നേരത്തെ ഒരാഴ്ചത്തെ സമയം മറ്റ് എല്ലാ സംസ്ഥാനങ്ങൾക്ക് ഉൾപ്പെടെ നീട്ടിയ സമയത്തും കേരളത്തിന് നീട്ടിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഡിസംബർ 12. അതാണ് നേരത്തെ 12 സംസ്ഥാനങ്ങളിൽ ഒരുമിച്ചായിരുന്നു, കേരളം ഉൾപ്പെടെയുള്ള 12 സംസ്ഥാനങ്ങളിൽ ഒരുമിച്ചായിരുന്നു SIR നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ കേരളത്തിലേക്ക് മാത്രമാണോ നീട്ടിയിട്ടുള്ളത്, അതല്ലെങ്കിൽ മറ്റ് 11 സംസ്ഥാനങ്ങൾക്കും ഇത് ബാധകമാണോ അരവിന്ദ്? കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ SIR നടപടികൾ നീട്ടിയിരിക്കുന്നത്. കേരള ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രധാനമായും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നത്, കാരണം സുപ്രീം കോടതിയിൽ അടക്കം ഈ ഹർജികൾ പരിഗണിച്ചപ്പോൾ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കിയത് കേരളത്തിലെ സാഹചര്യം വ്യത്യസ്തമാണ്. കാരണം കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി SIR നടപടികൾക്കിടയിൽ വരുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാർ അടക്കം സുപ്രീം കോടതിയിൽ ഉയർത്തുകയും കേരളത്തിലെ സാഹചര്യം വ്യത്യസ്തമെന്ന് തന്നെ സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുന്നു. കേരളത്തിലെ ഹർജിക്കാരുടെ വാദങ്ങൾ അത് നീതിയുക്തമാണെന്നും കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. എന്തായാലും ഈ വാദങ്ങളും അതുപോലെ തന്നെ സുപ്രീം കോടതി നിരീക്ഷണവും സംസ്ഥാനത്തിന്റെ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ തീരുമാനമുണ്ടായിരിക്കുന്നത്. കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ ഒരാഴ്ച കൂടി SIR നടപടികൾക്ക് സമയം നീട്ടി നൽകിയിരിക്കുന്നത്. കേരളത്തിൽ ഡിസംബർ 18 എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള അവസാന തീയതി. അതിന്റെ അടിസ്ഥാനത്തിൽ കരട് വോട്ടർ പട്ടിക വരിക 23. നേരത്തെ ഇത്തരത്തിൽ ഡിസംബർ 16 കരട് വോട്ടർ പട്ടിക പുറത്തിറങ്ങേണ്ടിയിരുന്നത്. എന്തായാലും സുപ്രീം കോടതിയിലെ നിർണായക ഇടപെടൽ അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ കൂടി ആവശ്യം പരിഗണിച്ചുകൊണ്ട് കേരളത്തിൽ മാത്രം ഒരാഴ്ച കൂടി SIR ഇപ്പോൾ നീട്ടിവച്ചിരിക്കുകയാണ്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും കേരളത്തിൽ എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള അവസാന തീയതി. എന്തായാലും ഇക്കാര്യം അടുത്ത ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിലും വ്യക്തമാക്കും. കാരണം ഈ തീരുമാനം എടുത്തതിന് ശേഷം സുപ്രീം കോടതിയെ കൂടി ഇക്കാര്യം അറിയിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്തായാലും കോടതി നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാലിച്ചിരിക്കുന്നു. ഉചിതമായ തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. എന്തായാലും ഒരാഴ്ച സമയം കൂടി കേരളത്തിൽ SIR നടപടികൾക്ക് വേണ്ടി അനുവദിച്ചിരിക്കുകയാണ്. അനീഷ, ഏതായാലും സംസ്ഥാനത്തിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. ഒരാഴ്ചത്തേക്ക് കൂടി കേരളത്തിലെ SIR നടപടികൾ നീട്ടിയിരിക്കുന്നു. ഇത് പ്രകാരം ഫെബ്രുവരി 21 ഇനി അന്തിമ പട്ടിക പുറത്തുവരിക. ഗസയിൽ ഇസ്രായേൽ ക്രൂരത തുടരുന്നു. ഗസയിലെ ഖാൻ യൂനിസിന് നേരെ വ്യാപക ആക്രമണം നടത്തി ഇസ്രായേൽ. വടക്കൻ ഗസയിലെ ബൈത്ത് ലാഹിയയ്ക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ഒരു മരണവും നിരവധി ഫലസ്തീനികൾക്ക് പരിക്കും. വെസ്റ്റ് ബാങ്കിലും ഒരു ഫലസ്തീൻ യുവാവ് കൊല്ലപ്പെട്ടു. 55 നാൾ നീണ്ട വെടിനിർത്തൽ വേളയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 70 കുട്ടികൾ കൊല്ലപ്പെട്ടതായി യുനിസെഫ്. ഇസ്രായേൽ ജയിലിലെ പീഡനത്തിൽ 3 ഫലസ്തീനികൾക്ക് ദാരുണാന്ത്യം. $34 ബില്യൺ സൈനിക ബജറ്റ് പ്രഖ്യാപിച്ച ഇസ്രായേൽ. ഇസ്രായേലിലെ ഹമാസ് വിരുദ്ധ സംഘത്തലവന്റെ കൊല എല്ലാ ഒറ്റുകാർക്കുമുള്ള മുന്നറിയിപ്പെന്ന് ഹമാസ്. ബാക്കിയുള്ള സംഘാംഗങ്ങളോട് ആയുധം വെച്ച് കീഴടങ്ങാനും ഹമാസ് ആവശ്യപ്പെട്ടു. ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന ഫലസ്തീൻ നേതാവ് മർവാൻ ബർഗൂദിക്ക് മർദ്ദനമേറ്റതായി ബന്ധുക്കൾ.
MC നാസർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. നാസർ ഈ പറഞ്ഞതുപോലെ തന്നെ വെടിനിർത്തൽ കരാറിന് യാതൊരു വിലയും നൽകാതെ ഇസ്രായേൽ ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. ഇന്നിപ്പോൾ ഖാൻ യൂനിസിന് നേരെ പോലും ആക്രമണം നടന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം റഫ അതിർത്തി ഭാഗികമായി തുറക്കാനുള്ള ഒരു അനുമതിയൊക്കെ ഇസ്രായേൽ നടന്നിരുന്നു. ഇതൊക്കെ പ്രാബല്യത്തിലായിട്ടുണ്ടോ? ഒപ്പം തന്നെ ഇന്ന് എവിടെയൊക്കെയായിരുന്നു ആക്രമണം നടന്നത്? ഒപ്പം തന്നെ UN ഇന്നൊരു സുപ്രധാന നിലപാട് കൂടി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നാസർ, അനീഷ, അമേരിക്കയും അതോടൊപ്പം തന്നെ മധ്യസ്ഥ രാജ്യങ്ങളും ഈ വെടിനിർത്തൽ കരാർ ദീർഘകാലത്തേക്ക് തന്നെ മുന്നോട്ട് പോകുമെന്നൊരു ഭാഗത്ത് പറയുന്നു. മധ്യസ്ഥ രാജ്യങ്ങൾ കൈറോയിൽ തിരക്കിട്ട ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതൊക്കെ നടക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് ഫലസ്തീൻ ജനതയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഒരു മാറ്റവും കൂടാതെ ഇന്നും തുടർന്നത്. ഖാൻ യൂനിസിലാണ് പ്രധാനമായിട്ടും വ്യോമാക്രമണവും ഷെല്ലാക്രമണവും നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എത്ര പേർ മരണപ്പെട്ടു എന്നത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള വിവരം ഇനിയും പുറത്തു വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ വടക്കൻ ഗസയിലെ ബൈത്ലാഹിയയിലാണ് വ്യാപകമായിട്ടുള്ള മറ്റൊരു ആക്രമണം കൂടി അരങ്ങേറിയിരിക്കുന്നത്. അവിടെ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നു. പിന്നിട്ട ദിവസങ്ങളിൽ എന്ന പോലെ വെസ്റ്റ് ബാങ്കിലെ ഹെബ്രോണിലും അതോടൊപ്പം തന്നെ ജെറൂസലം ഉൾപ്പെടെയുള്ള പ്രവിശ്യകളിലും വിപുലമായ തോതിൽ തന്നെയുള്ള അതിക്രമ പരമ്പരകൾ അരങ്ങേറുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു രണ്ടാം ഘട്ട വെടിനിർത്തലിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം കൂടിയാണ് ഇസ്രായേലിലെ സൈനിക രാഷ്ട്രീയ നേതൃത്വം ഈ ആക്രമണങ്ങളിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് കേവലമായിട്ടുള്ള ഗസയിലും വെസ്റ്റ് ബാങ്കിലും മാത്രമല്ല, ലബനാന് നേരെയും സിറിയക്ക് നേരെയും ഒക്കെയുള്ള ഈ ആക്രമണ പരമ്പരകളിലൂടെ ഇസ്രായേൽ ഒരുപക്ഷെ അമേരിക്കയെയും മധ്യസ്ഥ രാജ്യങ്ങളെയും അറിയിക്കുന്നത് തങ്ങളുടേതായിട്ടുള്ള ഈ അധിനിവേശ താല്പര്യവുമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. അതിനെ തടയിടാനോ അതിനെ അമർച്ച ചെയ്യാനോ ഉള്ള ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഒരു നീക്കങ്ങൾ ഇനിയും ഉണ്ടാവുന്നില്ല. UN രക്ഷാസമിതി പലവട്ടം യോഗം ചേർന്നിരുന്നു. UN പൊതുസഭയും 1967 മുമ്പുള്ള ആ ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ മടങ്ങണം, ഗൊലാൻ കുന്നിനും മറ്റുള്ള ഈ അധിനിവേശം അവസാനിപ്പിക്കണമെന്നൊക്കെ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നു എന്നതല്ലാതെ പ്രായോഗികമായിട്ട് ഏതെങ്കിലും ശക്തമായിട്ടുള്ള ഒരു നടപടികൾ കൈക്കൊള്ളാനോ ഇസ്രായേൽ നേതൃത്വത്തെ തിരുത്തിക്കാൻ പോന്നിരിക്കുന്ന ശക്തമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാനോ UN രക്ഷാസമിതിയോ അല്ലെങ്കിൽ UN പൊതുസഭയോ ഇനിയും തയ്യാറാകുന്നുമില്ല. അപ്പോൾ നേരത്തെയൊക്കെ നടന്നതുപോലെ ഫലസ്തീൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുരിതപൂർണ്ണമായിട്ടുള്ള അവസ്ഥകൾ തന്നെ തുടരുന്നു. ഇന്നിപ്പോൾ യൂനിസെഫിൻ്റെ റിപ്പോർട്ട് വന്നത് നമ്മൾ നോക്കുക. നേരത്തെ ഏതാണ്ട് ഇപ്പോൾ 68,000-ലധികം പേർ മനുഷ്യർ കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ടവരിൽ തന്നെ 20,000-ഓളം കുട്ടികൾ ഉൾപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈ വെടിനിർത്തൽ നിലവിൽ വന്നത് ഒക്ടോബർ 10 മുതലാണ്. അതായത് ഇന്നിപ്പോൾ ഒരു 55 ദിവസം പിന്നിടുന്ന ഒരു ഘട്ടത്തിലാണ് 70 കുട്ടികളും ഈ ഒരു ആക്രമണത്തിലൂടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതായത് ഈ വെടിനിർത്തൽ പോലും ഈ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാനോ അവർക്കും സ്ത്രീകളുടെയും ഒക്കെ സുരക്ഷ ഉറപ്പാക്കാനുള്ള കാര്യത്തിൽ ഒരു നീക്കവും ഉണ്ടാവുന്നില്ല. കൃത്യമായിട്ടുള്ള വളരെ കുട്ടികളെയും സ്ത്രീകളെയും ലക്ഷ്യമിട്ടുള്ള അതേ ആക്രമണ പരമ്പരകൾ തന്നെയാണ് ഇസ്രായേൽ ഈ ഘട്ടത്തിലും തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് യൂനിസെഫിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിലും വ്യക്തമാണ്. അനീഷ, സർ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ സുരക്ഷാ മന്ത്രിസഭാ യോഗമൊക്കെ ചേർന്നിട്ട് ഇപ്പോൾ $34 ബില്യൺ സൈനിക ബജറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. അതിനിടെ തന്നെ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ച ഇപ്പോൾ ഉടനടി നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ലോകരാജ്യങ്ങളൊക്കെ ആശിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതീക്ഷകളാണ് പുലർത്തുന്നത്. അതിനിടെയാണ് ഇത്തരത്തിൽ സൈനിക ബജറ്റ് കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോഴൊന്നും ആക്രമണം നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന ഇസ്രായേൽ ഒരു സൂചന കൂടി അല്ലേ ഇതിലൂടെ നൽകുന്നത്, നാസർ? അനീഷ, തീർച്ചയായിട്ടും. കാരണം വളരെ കൃത്യമായിട്ടുള്ള ഒരു ദിശാസൂചകമായി തന്നെ ഈ ഒരു ബജറ്റിനെ നമ്മൾ കാണേണ്ടി വരും. മുമ്പുള്ളതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് കൂടുതൽ വലിയ തുക, $34 ബില്യൺ എന്ന ഏറ്റവും വലിയ ഒരു തുക ഈ സൈനിക ബജറ്റിനായിട്ട് ഇസ്രായേൽ നേതൃത്വം നീക്കിവെച്ചിരിക്കുകയാണ്. ഇതിലൂടെ സൈന്യത്തെയും അതോടൊപ്പം തന്നെ ഈ മൊസാദ് ഉൾപ്പെടെയുള്ള ഏജൻസികളെയും തങ്ങളുടെ കീഴിൽ നിലനിർത്തുക, അവരെ കുറെ കൂടി ഭരണ മുന്നണിയുമായിട്ട് അടുപ്പിക്കുക എന്ന കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സൈനിക താല്പര്യം കൂടി നെതന്യാഹു സർക്കാരിനുണ്ട്. അതുകൊണ്ടാണ് വളരെ തിരക്കിട്ട നീക്കങ്ങൾ ഈ സൈനിക ബജറ്റ് പ്രഖ്യാപിക്കാൻ വേണ്ടി നെതന്യാഹുവും അതോടൊപ്പം തന്നെ സ്മോട്രിക് ഉൾപ്പെടെയുള്ള ബെൻഗവർ ഉൾപ്പെടെയുള്ള തീവ്ര വലതുപക്ഷ മന്ത്രിമാരും കൈക്കൊണ്ടിരിക്കുന്നത്. അതായത് ഏതെങ്കിലും അർത്ഥത്തിൽ ഈ മേഖലയിൽ ഒരു സമാധാനം വരണമെന്ന മധ്യസ്ഥ രാജ്യങ്ങളുടെയും അറബ് മുസ്ലിം രാജ്യങ്ങളുടെയും പൊതുവായിട്ടുള്ള ആ താല്പര്യങ്ങളെ പോലും ഹനിച്ചുകൊണ്ടാണ് കൂടുതൽ വലിയ തുക ഈ ബജറ്റിലേക്ക് നീക്കിവെക്കുന്നതും അതോടൊപ്പം തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള വൻശക്തി രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ
ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നു. നേരത്തെയൊക്കെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള വൻശക്തി രാജ്യങ്ങളുമായിട്ട് പുതിയ ആയുധ കരാറുകളിൽ ഏർപ്പെടാനുള്ള തിരക്കിട്ട നീക്കങ്ങളിൽ ഇസ്രായേൽ നേതൃത്വം ഏർപ്പെടുന്നു. ഇതിലൊക്കെയും കൃത്യമാണ് ഈ ഗസയിൽ ഒരു നിലയ്ക്കുള്ള ഒരു സമാധാനവും പുലരണമെന്ന് ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല. ഗസയിൽ മാത്രമല്ല, അയൽ രാജ്യങ്ങളായിട്ടുള്ള സിറിയ, ലെബനാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് കൂടി തങ്ങളുടെ അധിനിവേശം വ്യാപിപ്പിക്കാനുള്ള ഒരു വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു പദ്ധതിയുടെ തുടർച്ച എന്ന നിലയ്ക്ക് വേണം, അല്ലെങ്കിൽ അത്തരം ഒരു പദ്ധതിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും ഭീമമായിട്ടുള്ള ഒരു സൈനിക ബജറ്റ് ഇപ്പോൾ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിലൂടെ ഏറ്റവും നവീനമായിട്ടുള്ള ആയുധങ്ങൾ, അതും ഈ സാധാരണ മനുഷ്യരെ കൊന്നൊടുക്കുക എന്ന കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ആയുധങ്ങൾ കൂടുതൽ സ്വന്തമാക്കാനുള്ള നീക്കം നടക്കുന്നു. അമേരിക്കയുമായിട്ട് പുറത്തേക്ക് തങ്ങൾ വെടിനിർത്തൽ കരാറിന്റെ കൂടെയാണെന്ന് പറയുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് പിൻവാതിലൂടെ ഏറ്റവും വലിയ ആയുധ ഇടപാടുകൾക്കുള്ള ഒരു അവസരം കൂടി ഇസ്രായേൽ നേതൃത്വം ഒരുക്കുന്നത്. അതിൽ നേരത്തെ അനിഷ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു തുക എന്നത് ഒരുപക്ഷെ ഗസയിൽ ഇനിയും തങ്ങൾ ആക്രമണം പുനരാരംഭിക്കുമെന്ന കൃത്യമായിട്ടുള്ള ഒരു സൂചന കൂടി അതിലൂടെ ഇസ്രായേലിലെ രാഷ്ട്രീയ സൈനിക നേതൃത്വം ലോകത്തിന് നൽകുന്നു എന്നത് നാം കാണാതിരിക്കാൻ സാധ്യമല്ലാത്ത വിധത്തിൽ കൂടുതൽ പ്രകടമായിട്ട് മാറുകയാണ്. അനിഷ, നാസർ, ഒരു വശത്ത് ഇസ്രായേൽ ആക്രമണം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. അതിനിടെ ഇപ്പോൾ UN-ന്റെ പ്രതികരണം വന്നിരിക്കുന്നത് വെടിനിർത്തൽ കരാറിനെ മാനിക്കണമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ പ്രതികരണങ്ങൾ മാത്രമായി പോകുന്നു, അല്ലെങ്കിൽ കാര്യമായ ഒരു ഇടപെടൽ ഉണ്ടാക്കാൻ വേണ്ടി UN-നോ ഒപ്പം തന്നെ ഈ ലോകരാജ്യങ്ങൾക്കോ ഒന്നും സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും നാസർ? അനീഷ, ഇതൊക്കെ നമുക്കറിയാൻ സാധിക്കും. പിന്നിട്ടൊരു മുക്കാൽ നൂറ്റാണ്ട് തന്നെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അതിനീചമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ജനതയ്ക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു വംശഹത്യയുടെ തുടർച്ച വളരെ ഈ പിന്നിട്ട 75 കൊല്ലത്തിലധികമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കിയത് ഈ ഫലസ്തീൻ മണ്ണ് കയ്യേറാനും ഇവിടെ അനധികൃതമായിട്ട് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ കുടിയിരുത്താനും അങ്ങനെ ആ രാഷ്ട്രത്തിന് എല്ലാ അർത്ഥത്തിലുള്ള സാമ്പത്തികവും നയതന്ത്ര തലത്തിലും സൈനികമായിട്ടും ആ രാഷ്ട്രത്തിന് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നത് ഈ വൻശക്തി കൊളോണിയൽ രാജ്യങ്ങൾ തന്നെയാണ്. അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് വലിയ തോതിലുള്ള ഒരു പൊതുജന രോഷം ഉയർന്ന പശ്ചാത്തലത്തിൽ മാത്രമാണ് ചില വിയോജിപ്പുകൾ ഈ രാഷ്ട്രങ്ങൾ പ്രഖ്യാപിച്ചത്. പക്ഷേ ഇപ്പോൾ പോലും എല്ലാ അർത്ഥത്തിലും ഇസ്രായേലുമായിട്ട് നയതന്ത്ര ദൗത്യം ഈ രാജ്യങ്ങൾ തുടരുന്നുണ്ട്. സൈനിക കരാറുകൾ കൂടുതൽ ശക്തമായിട്ട് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിന്റെ താല്പര്യങ്ങളെ ഹനിക്കുന്ന ഏതെങ്കിലും അർത്ഥത്തിൽ നീക്കങ്ങൾ ഇല്ലാതിരിക്കാൻ ഈ ഘട്ടത്തിൽ പോലും അമേരിക്കൻ ഭരണ നേതൃത്വവും അതോടൊപ്പം തന്നെ യൂറോപ്പ് ഉൾപ്പെടെയുള്ള വൻശക്തി രാജ്യങ്ങളുടെ പല നേതൃത്വവും അതേ സമീപനം തന്നെയാണ് തുടരുന്നത്. ആ സമീപനം തുടരുന്ന ഒരു ഘട്ടത്തോളം ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു പരിഹാരം അതിനുണ്ടാകാൻ സാധ്യതയില്ല. ഇപ്പം തന്നെ നോക്കുക, ഒരു സൈനികമായിട്ടുള്ള ഒരു മിലീഷ്യയെ രൂപപ്പെടുത്തിയെടുക്കുക. ഇപ്പോൾ യാസിർ ഷബാബ് എന്ന ആ ഒരു നേതാവാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേൽ തന്നെ രൂപപ്പെടുത്തിയ ഹമാസ് വിരുദ്ധമായിട്ടുള്ള ഒരു മിലീഷ്യയുടെ നേതാവാണ് ഇപ്പോൾ ഗസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിന് അത്തരം സംഘങ്ങൾക്ക് ആയുധങ്ങളും സാമ്പത്തിക പിൻബലവും സൗകര്യവും ഒരുക്കി കൊടുത്തുകൊണ്ട് ഈ പലസ്തീൻ ജനതക്കിടയിൽ കൂടുതൽ വിഭജനം രൂപപ്പെടുത്തുക എന്നതായിരുന്നു ലക്ഷ്യം. പക്ഷേ അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഹമാസ് ഇന്ന് പുറത്തിറക്കിയിരിക്കുന്ന പ്രസ്താവനയിൽ പറയുന്നത് ഇതെല്ലാ ഒറ്റുകാർക്കുമുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ്. ഇനിയും ഇത്തരം നീക്കങ്ങൾ നടത്തുന്നവരുണ്ടെങ്കിൽ അത് ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പായിട്ട് അവരിത് പരിഗണിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ഗ്യാങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആയുധങ്ങൾ വെച്ച് കീഴടങ്ങിയിട്ടില്ലെങ്കിൽ അവരെയും കാത്തിരിക്കുന്നത് ഈ യാസിർ അബു ഷബാബിന് സംഭവിച്ചിരിക്കുന്ന അതേ ദുര്യോഗമായിരിക്കുമെന്ന മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ ഹമാസ് നൽകുന്നുണ്ട്. ഏതായാലും ഗസയിൽ വെടിനിർത്തൽ കരാറിന് മാനിക്കാതെ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. $34 ബില്യൺ സൈനിക ബജറ്റാണ് ഇസ്രായേൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വെടിനിർത്തൽ കരാറിനെ മാനിക്കണമെന്ന് UN ഇസ്രായേലിനോട് പറയുകയും ചെയ്തിരിക്കുന്നു. MC നാസറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്കാണ്. ഇറാഖ് അധിനിവേശ കാലത്ത് കുവൈത്തിൽ സ്ഥാപിച്ച 11 ലക്ഷത്തിലധികം മൈനുകൾ പൂർണ്ണമായും നീക്കം ചെയ്തതായി കുവൈത്ത് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ജനീവയിൽ നടന്ന ആന്റി പേഴ്സണൽ മൈൻ നിരോധന കൺവെൻഷൻ അംഗരാജ്യങ്ങളുടെ യോഗത്തിലാണ് കുവൈത്ത് പ്രതിനിധി സംഘത്തിന്റെ തലവൻ കേണൽ സ്റ്റാഫ് മുനവർ ഹുസൈൻ അൽ ഒതൈബി ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അധിനിവേശ കാലത്തെ ദുരനുഭവങ്ങൾ രാജ്യത്തെ മൈനുകൾക്കെതിരായ പോരാട്ടത്തിൽ പ്രതിബദ്ധരാവുകയായിരുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൂട്ടത്തോടെ സർവീസുകൾ റദ്ദാക്കി ഇൻഡിഗോയുടെ നടപടി സൗദിയിലെ സർവീസുകളെയും ബാധിച്ചു. ജിദ്ദയിൽ നിന്നും ദമാമിൽ നിന്നുമുള്ള സർവീസുകളെയാണ് ഇൻഡിഗോയുടെ നീക്കം ബാധിച്ചത്. സൗദിയിൽ വിമാനങ്ങൾ റദ്ദാക്കപ്പെട്ടാലോ വൈകിയാലോ യാത്രക്കാർക്ക് നഷ്ടപരിഹാരത്തിന് സൗദിയിലെ നിയമമനുസരിച്ച് അർഹതയുണ്ട്.
റിയാദിൽ നിന്ന് മിഷാൽ ചെറുപ്പുഴശ്ശേരി മറ്റ് വിവരങ്ങൾ നൽകും. ഇൻഡിഗോ വിമാന കമ്പനിയുടെ കൂട്ട വിമാന റദ്ദാക്കലുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുതൽ ആ ഒരു പ്രശ്നം സൗദിയെയും ബാധിച്ചിരിക്കുകയാണ്. ജിദ്ദയിൽ നിന്നടക്കമുള്ള സർവീസുകൾ മണിക്കൂറുകളോളമാണ് വൈകിയത്. ഇതുവരെ സർവീസുകൾ പുറപ്പെട്ടിട്ടില്ല. ഇത് സമാന പ്രശ്നങ്ങളാണ് ദമാമിൽ നിന്നുള്ള യാത്രക്കാരും നേരിടുന്നത്. അതോടൊപ്പം തന്നെ പല വിമാനങ്ങളും വഴിതിരിച്ച് വിട്ടതും യാത്രക്കാരെ വലച്ചിരിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ വരാനിരിക്കുന്ന സർവീസുകളിലും വലിയ രീതിയിലുള്ള ആശങ്കയാണ് നിലവിൽ നിലനിൽക്കുന്നത്. ഈ നിലവിലെ സൗദിയിലെ നിയമം അനുസരിച്ച്, സിവിൽ ഏവിയേഷൻ നിയമം അനുസരിച്ച് ഈ രീതിയിലുള്ള സാഹചര്യങ്ങളിൽ വിമാനം വൈകുകയോ അതുപോലെ തന്നെ റദ്ദ് ചെയ്യുകയാണെങ്കിൽ സിവിൽ ഏവിയേഷനുമായി ബന്ധപ്പെട്ട് നിയമം നിലനിൽക്കുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നഷ്ടപരിഹാരത്തിനുള്ള അവകാശം ഓരോ യാത്രക്കാരനും ഉണ്ട് എന്നുള്ളതാണ്. ഇതിന് ടിക്കറ്റ് നിരക്കിനോടൊപ്പം തന്നെ 1.5 ഇരട്ടി നഷ്ടപരിഹാരമായി ലഭിക്കാനുള്ള അവകാശമുണ്ട്. ഇതിനായി വിമാന കമ്പനികളിലേക്ക് ആദ്യം പരാതി നൽകേണ്ടതുണ്ട്. ഈ പരാതി നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കാൻ കഴിയും. എന്നാൽ ഇത്തരം നഷ്ടപരിഹാരത്തിന് അപേക്ഷിച്ചതിന് ശേഷവും നഷ്ടപരിഹാരം ലഭിക്കാത്ത ഒരു സാഹചര്യം വരികയാണെങ്കിൽ സിവിൽ ഏവിയേഷനുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ഡോക്യുമെന്റുകൾ സമർപ്പിച്ചാൽ സിവിൽ ഏവിയേഷന്റെ മേൽനോട്ടത്തിൽ ഈ ഒരു നഷ്ടപരിഹാരം നമുക്ക് ലഭിക്കും. ഇത്തരത്തിലുള്ളൊരു നിയമം നിലവിൽ സൗദിയിൽ ഉണ്ട്. സൗദിയുടെ കാര്യത്തിൽ ഈ ഒരു ആശങ്കക്കിടയിൽ ഇത്തരത്തിലുള്ളൊരു നിയമം ഉണ്ട്, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളത് വലിയ ആശ്വാസമാണ്. മീഡിയ വൺ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സ് പുരസ്കാര ചടങ്ങിന് ഖത്തറിൽ പ്രൗഢ സമാപനം. 400ഓളം വിദ്യാർത്ഥികൾ പുരസ്കാരം ഏറ്റുവാങ്ങി. ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ, അറബ് പ്രമുഖർ, പ്രവാസി സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. അബ്ബാസ് മുഹമ്മദ് വിവരങ്ങൾ നൽകും. ഖത്തറിലെ CBSE, ICSE അതുപോലെ കേരള സിലബസ് സ്കൂളുകളിൽ 90% അതിന് മുകളിലോ മാർക്ക് വാങ്ങിയ എല്ലാ വിഷയത്തിലും A+ വാങ്ങിയ മിടുക്കരായ കുട്ടികളെയാണ് മീഡിയ വൺ ആദരിക്കുന്നത്. ഈ ആദരിക്കൽ ചടങ്ങാണ്. ഈ ആദരിക്കൽ ചടങ്ങിൻ്റെ മബ്രൂക്കിൻ്റെ തുടർച്ചയായ 3ാമത്തെ എഡിഷനാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ കൂടെ അവാർഡ് വാങ്ങിച്ച കുട്ടികളുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? It was very good. I'm very privileged to have this medal, and I'd like to thank Media One and Naseem Healthcare for organizing this very good event, because it shows us how it helps us to celebrate how hard we worked and celebrate our efforts. ഉമ്മയാണോ? എന്ത് തോന്നി ഒരു രക്ഷിതാവ് നൽകിയത്? So happy, and we are all privileged to attend this grand event. It's very well organized and so happy. Thank you, Media One. Thank you so much. It's wonderful and it's nice to be a part of the program today. ഇത്രയും വലിയൊരു ക്രൗഡിന് മുമ്പിൽ ആദ്യമായിട്ടാണോ അവാർഡ് വാങ്ങിച്ചത്? ആണോ? Yeah, it was a very funny experience. It's a different experience. ആകെ നെർവസ് ആവുന്നുണ്ടല്ലോ. പാരന്റ്സ് ഉണ്ടായിരുന്നോ കാണാൻ? അവരെന്ത് പറഞ്ഞു? പ്രൗഡാണ്. ഏതായാലും ഈ അവാർഡ് ദാന ചടങ്ങ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. നിരവധി ആളുകൾ, ഈ 400 വിദ്യാർത്ഥികൾക്ക് കൂടെ തന്നെ അതിലേറെ രക്ഷിതാക്കൾ ഈ ഒരു ചടങ്ങിനെത്തിയിരുന്നു. എന്നത് മാത്രമല്ല, ഇന്ത്യൻ എംബസിയിലെയും അതുപോലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ലീഡേഴ്സിനെയും ഒരു വളരെ പ്രധാനപ്പെട്ട സാന്നിധ്യം ഇന്നത്തെ ഈ ചടങ്ങിനുണ്ടായിരുന്നു. അതുപോലെ ഖത്തർ മ്യൂസിയംസിൽ നിന്നും ഇവിടുത്തെ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള അറബികൾ കൂടി ഇവിടുത്തെ നമ്മുടെ അതിഥികളായി എത്തിയിരുന്നു. എങ്ങനെയായിരുന്നു ഏട്ടാ പരിപാടി? അടിപൊളിയായിരുന്നു. വളരെ സന്തോഷമായിരുന്നു. മോക്ക് ഒരു അവാർഡ് കിട്ടി. വളരെ ഭംഗിയായിരുന്നു. ഒത്തിരി നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് നിങ്ങൾ എടുത്തതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് നന്ദി. ഓക്കെ, ഇവർക്ക് എന്താ പറയണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഒരുപാട് താങ്ക്സ് ഉണ്ട് മീഡിയ വണ്ണിനും അതിന്റെ ടീംസിനും. കാരണം ഇതുപോലത്തെ അവാർഡ് സെറിമണി നമുക്ക് ഇങ്ങനെ ഒരുക്കി തന്നെ. പ്രത്യേകിച്ച് ഗൾഫിലുള്ള കുട്ടികൾക്ക് ഇതുപോലത്തെ കുറവായിരിക്കും. നാട്ടിൽ ഒരുപാട് വേദി ഉണ്ടാവും, പക്ഷെ ഇതുപോലെ ഒരു അവാർഡ് സെറിമണി ചെയ്തതിൽ ഒരുപാട് താങ്ക്സ്. ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് ബിഗ് തിങ്, റൈറ്റ്? അതുകൊണ്ട് ഐ ആം വെരി ഹാപ്പി. ഒരുപാട് കാലത്തെ ഒരു കഠിനാധ്വാനം, ഹാർഡ് വർക്ക് അല്ലേ? അതെ, അപ്പം ഐ ഫീൽ പ്രൗഡ്. ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് അവരിങ്ങനെ കാണുമ്പോൾ. അതെ, ഇനി വരുന്ന കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ ആണ് ഇത്, ഇതുപോലത്തെ അവാർഡ് സെറിമണി പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള. ബിഗ് താങ്ക്സ് ടു മീഡിയ വൺ ആൻഡ് ഓൾ പീപ്പിൾ. ഏതായാലും അതിഗംഭീരമായ പ്രൗഢമായ ചടങ്ങ്, 1000-ലേറെ ആളുകൾ പങ്കെടുത്ത ഗംഭീരവും പ്രൗഢവുമായ ചടങ്ങാണ് ഇന്ന് ദോഹയിലെ അൽമഷാഫിലെ പോദാർപേൾ സ്കൂളിൽ നടന്നത്. ഏതായാലും മീഡിയ വൺ മബ്രൂക്കിൻ്റെ 3ാമത്തെ എഡിഷന് വിജയകരമായ പരിസമാപ്തി കുറിക്കുകയാണെന്ന് അഷ്റഫ് ഓമശ്ശേരിക്കൊപ്പം ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ്, മീഡിയ വൺ.
2025 സൗദി അറേബ്യയുടെ സാമ്പത്തിക വളർച്ച 3.8% ലോകബാങ്കിന്റെ റിപ്പോർട്ട്. ഗൾഫ് ഇക്കണോമിക് ഔട്ട്ലുക്ക് എന്ന പുതിയ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലാണ് വളർച്ചാ പ്രവചനം ഉള്ളത്. ഒക്ടോബറിൽ 3.2% പ്രവചിച്ചിരിക്കുന്നത് തിരുത്തിയാണ് പുതിയ റിപ്പോർട്ട് പുറത്തുവിട്ടത്. കുവൈത്ത് ഈ വർഷം 2.7% സാമ്പത്തിക വളർച്ച കൈവരിക്കുമെന്ന് ലോകബാങ്ക് റിപ്പോർട്ട്. എണ്ണവിലകളിലെ മാറ്റങ്ങളും ആഗോള സാമ്പത്തിക ചലനങ്ങളും തുടരുന്ന സാഹചര്യത്തിലും കുവൈത്ത് വളർച്ചാ നിരക്ക് സ്ഥിരത പുലർത്തുന്നതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കി. കുവൈത്ത് അംഗീകരിച്ച പൊതു കടപ്പത്ര നിയമം രാജ്യത്തിന്റെ ധനകാര്യ സമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള നിർണായക നടപടിയാണെന്ന് ലോകബാങ്ക് വിശേഷിപ്പിച്ചു. സൗദിയിൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ 36,000 ഫാക്ടറികൾ സ്ഥാപിക്കുമെന്ന് വ്യവസായ മന്ത്രാലയം. 2035 ഫാക്ടറികളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായുള്ള ലൈസൻസിംഗ് പ്രക്രിയ വേഗമാക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. വ്യവസായ മന്ത്രാലയത്തിന്റേതാണ് പുതിയ പ്രഖ്യാപനം. സൗദിയിൽ 2035 പുതിയ 36,000 ഫാക്ടറികൾ സ്ഥാപിക്കും. ഫാക്ടറികളിൽ നിന്നുള്ള പ്രാദേശിക ഉൽപാദനത്തിന്റെ മൂല്യം 1.4 ട്രില്യൺ റിയാലായി ഉയർത്തുകയാണ് ലക്ഷ്യം. വ്യവസായ സഹമന്ത്രി ഖലീൽ ബിൻ സലാമയാണ് ഇക്കാര്യം അറിയിച്ചത്. ബജറ്റ് ഫോറത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതി നടപ്പാക്കുന്നതോടെ കഴിഞ്ഞ 70 വർഷത്തിനിടയിൽ രാജ്യം കൈവരിച്ച നേട്ടത്തിന്റെ ഇരട്ടിയോളം വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഘടനാപരമായ പരിഷ്കാരങ്ങൾ, ദ്രവ ഇന്ധനങ്ങൾക്ക് പകരം വൈദ്യുതിയും പ്രകൃതിവാതകവും ഉപയോഗിക്കൽ, ഊർജ്ജവില ബഹിഷ്കരണം, കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയ മാറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് പുതിയ തീരുമാനമെന്നും മന്ത്രി അറിയിച്ചു. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. UAE-യിൽ 1300-ലേറെ വ്യാജ സ്ഥാപനങ്ങൾ കണ്ടെത്തിയതായി തൊഴിൽ മന്ത്രാലയം. ഈ സ്ഥാപനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത ജീവനക്കാരുണ്ടെങ്കിലും ഇവർക്ക് തൊഴിലില്ല എന്നും കണ്ടെത്തി. ഈ വർഷം ജൂൺ വരെ നടത്തിയ പരിശോധനയിലാണ് 1300 വ്യാജ സ്ഥാപനങ്ങൾ കണ്ടെത്തിയതെന്ന് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. 1800 ഉടമകളുടെ പേരിലാണ് ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ലൈസൻസ് പ്രകാരമുള്ള ഒരു പ്രവർത്തനവും ഈ സ്ഥാപനങ്ങൾ നടത്തുന്നില്ലെന്ന് മന്ത്രാലയം കണ്ടെത്തി. ഇവയിൽ രജിസ്റ്റർ ചെയ്ത ജീവനക്കാരുണ്ടെങ്കിലും ഇവർക്ക് യഥാർത്ഥത്തിൽ തൊഴിലുണ്ടായിരുന്നില്ല. വ്യാജമെന്ന് കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് പുതിയ വർക്ക് പെർമിറ്റ് നേടുന്നതിനുള്ള യോഗ്യത മന്ത്രാലയം താൽക്കാലികമായി റദ്ദാക്കി. 34 ദശലക്ഷം ദിർഹത്തിലധികം ഇവർക്ക് പിഴ ലഭിക്കും. സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളുടെ റേറ്റിംഗ് സംവിധാനത്തിൽ ഇവയെ തരം താഴ്ത്തുമെന്നും മന്ത്രാലയം അറിയിച്ചു. മീഡിയ 1, ദുബായ്. ദുബായ് പോലീസിന്റെ പട്രോളിംഗ് വാഹന വ്യൂഹത്തിൽ ഇനി ഫെറാറിയുടെ പുത്തൻ ആഡംബര കാറും ഫെറാറിയുടെ ഏറ്റവും പുതിയ മോഡലായ ഫുറോസാങ് വേ മാൻസോറയാണ് ദുബായ് പോലീസ് സ്വന്തമാക്കിയത്. ടൂറിസ്റ്റ് പോലീസ് വകുപ്പിന്റെ വാർഷികത്തിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടിയിലാണ് ഫെറാറിയുടെ പുതിയ വാഹനം പോലീസ് അവതരിപ്പിച്ചത്. ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ ബ്രിഗേഡിയർ സയ്യിദ് അൽ ഹജ്രി ഉദ്ഘാടനം നിർവഹിച്ചു. സൗദി അറേബ്യയിലെ ഔദ്യോഗിക ഡിജിറ്റൽ ആപ്പായ തവക്കൽനക്ക് അറബ് ഗവൺമെന്റ് എക്സലൻസ് അവാർഡ് ലഭിച്ചു. കൈറോയിലെ അറബ് ലീഗിന്റെ ആസ്ഥാനത്ത് വെച്ച് നടന്ന ചടങ്ങിലാണ് ആദരം. 1100-ലധികം സേവനങ്ങളാണ് നിലവിൽ ആപ്പിലൂടെ നൽകുന്നത്. 4ാമത് അറബ് ഗവൺമെന്റ് എക്സലൻസ് അവാർഡിനാണ് ഔദ്യോഗിക ഡിജിറ്റൽ ആപ്പായ തവക്കൽന അർഹമായത്. കെയ്റോയിലെ അറബ് ലീഗിന്റെ ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിലാണ് ആദരം. അറബ് ലോകത്തെ നൂതന വിദ്യകൾ, അവയുടെ ഗുണനിലവാരം തുടങ്ങിയവ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് അവാർഡ് ഒരുക്കിയിട്ടുള്ളത്. മേഖലയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ആപ്പാണ് തവക്കൽന. ഗവൺമെന്റ്, സ്വകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങിയവ സമന്വയിച്ചാണ് സേവനങ്ങൾ ലഭ്യമാക്കുന്നത്. കോവിഡുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കാണ് നേരത്തെ ആപ്പ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ 1100-ൽ കൂടുതൽ സേവനങ്ങൾ ആപ്പിലൂടെ നൽകുന്നുണ്ട്. ഡിജിറ്റൽ ഐഡികൾ, വാഹന ഡ്രൈവിംഗ് ലൈസൻസ് വിവരങ്ങൾ, പിഴകളും ട്രാഫിക് വിവരങ്ങളും, ഹെൽത്ത് ഇൻഷുറൻസ്, ജോലി വിവരങ്ങൾ, അവകാശപ്പെട്ട ഗവൺമെന്റ് സർട്ടിഫിക്കറ്റുകൾ, യാത്രയും പ്രവേശനാനുമതികളും, വിദ്യാഭ്യാസ വിവരങ്ങൾ തുടങ്ങിയ സേവനങ്ങൾ ആപ്പിലൂടെ ലഭ്യമാകും. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. 2.5 കോടി മണിക്കൂർ സുരക്ഷിത ജോലി സമയം പൂർത്തിയാക്കി സൗദിയിലെ റിയാദ് എയർപോർട്ട്സ് കമ്പനി. നേട്ടത്തിന്റെ ഭാഗമായി 2560 സേഫ്റ്റി ഹെൽമറ്റുകൾ ഉപയോഗിച്ച് സേഫ്റ്റി ഫസ്റ്റ് എന്നെഴുതി ഗിന്നസിൽ
ഇടം പിടിച്ചിരിക്കുകയാണിപ്പോൾ. ജോലിസ്ഥലത്തെ സുരക്ഷയുടെ പ്രാധാന്യം സമൂഹത്തിലെത്തിക്കുകയാണ് ലക്ഷ്യം. ജീവനക്കാരുടെ 2560 ഹെൽമറ്റുകൾ ഉപയോഗിച്ചാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയത്. ഹെൽമറ്റുകൾ ഉപയോഗിച്ച് സേഫ്റ്റി ഫസ്റ്റ് എന്നെഴുതിയാണ് നേട്ടം കരസ്ഥമാക്കിയത്. ജോലിസ്ഥലത്തെ സുരക്ഷയുടെ പ്രാധാന്യം സമൂഹത്തിലെത്തിക്കുകയായിരുന്നു ലക്ഷ്യം. വിവിധ പദ്ധതികളിലായി 2.5 കോടി മണിക്കൂർ സുരക്ഷിത ജോലി സമയം പൂർത്തിയാക്കിയതിന്റെ ആഘോഷങ്ങളുടെ ഭാഗമായിരുന്നു പരിപാടി. നേട്ടത്തിൽ അഭിമാനമുണ്ടെന്ന് റിയാദ് എയർപോർട്ട്സ് കമ്പനി സിഇഒ ഐമാൻ ബിൻ അബ്ദുൽ അസീസ് അബു അബഹ് അറിയിച്ചു. റിയാദിലെ കിങ് ഖാലിദ് ഇന്റർനാഷണൽ എയർപോർട്ട് പ്രവർത്തിപ്പിക്കുന്ന കമ്പനിയാണ് റിയാദ് എയർപോർട്ട്സ്. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും ശക്തമായ മഴയും കാറ്റും തുടരും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും ഇടിമിന്നലോട് കൂടിയ മഴയും ശക്തമായ കാറ്റും അനുഭവപ്പെടുമെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. അസീർ, അൽ ബഹ, മക്ക, മദീന, ഫായിൽ, അൽ ജൌഫ്, തബൂക്ക് പ്രവിശ്യകളിലും വടക്കൻ അതിർത്തി പ്രദേശങ്ങളിലുമാണ് സാധ്യത. കിഴക്കൻ പ്രവിശ്യയുടെ ചില ഭാഗങ്ങളിൽ കനത്ത മൂടൽമഞ്ഞിനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. മദീന പ്രവാചക പള്ളിയിലെ റൗല സന്ദർശന സമയങ്ങളിൽ മാറ്റം വരുത്തി. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള വിവിധ സമയങ്ങളിലാണ് മാറ്റമുള്ളത്. സന്ദർശകർക്ക് 565 ദിവസത്തിൽ ഒരു തവണയാക്കി റൗല സന്ദർശനം ചുരുക്കിയിട്ടുണ്ട്. ഇരുഹറം കാര്യാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമുള്ള റൗല ഷെരീഫ് സന്ദർശന സമയത്തിലാണ് ഇരുഹറം കാര്യാലയം പുതിയ സമയക്രമം പ്രഖ്യാപിച്ചത്. പുരുഷന്മാർക്ക് പുലർച്ചെ 2 മുതൽ സുബഹ് നമസ്കാരം വരെയും ഉച്ചയ്ക്ക് 11:20 മുതൽ ഇശാ നമസ്കാരം വരെയുമാണ് സന്ദർശനം. മറ്റു സമയങ്ങളിൽ സ്ത്രീകൾക്ക് റൗലയിൽ പ്രവേശിക്കാനാവും. വെള്ളിയാഴ്ചകളിലെ സന്ദർശന സമയം വ്യത്യസ്തമാണ്. സ്ത്രീകൾക്ക് സുബഹ് നമസ്കാരത്തിന് ശേഷം രാവിലെ 9 മണി വരെയും ഇശാ നമസ്കാരത്തിന് ശേഷം പുലർച്ചെ 2 മണി വരെയും സമയമുണ്ടാകും. ബാക്കി സമയങ്ങളിൽ പുരുഷന്മാർക്ക് അവസരം ലഭിക്കും. നുസ്ക് പ്ലാറ്റ്ഫോമിൽ നിന്ന് ലഭിക്കുന്ന പെർമിറ്റ് വഴിയാണ് പ്രവേശനം അനുവദിക്കുക. 565 ദിവസത്തിൽ ഒരു തവണയാണ് ഇപ്പോൾ സന്ദർശനത്തിന് അവസരം. നേരത്തെ വർഷത്തിൽ ഒരു തവണ സന്ദർശനം അനുവദിച്ചിരുന്നു. ഇതുകൂടാതെ നുസ്ക് ഇൻസ്റ്റന്റ് ഓപ്ഷൻ ഉപയോഗിച്ചും പ്രവേശനം ലഭിക്കും. 37ാം പ്രവേശന കവാടമായ മക്ക ഗേറ്റ് വഴിയാണ് റൗലയിലേക്ക് പ്രവേശിക്കാനാവുക. പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും ചട്ടങ്ങൾ പ്രകാരം വീൽചെയറിലും റൗലയിൽ പ്രവേശനം അനുവദിക്കും. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. കുവൈത്തിൽ മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ സാൽമിയയിൽ ഒരു ടാക്സി ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു. ഹവല്ലി സെക്യൂരിറ്റി ഡയറക്ടറേറ്റ് നടത്തിയ പതിവ് പരിശോധനയ്ക്കിടെയാണ് പ്രതിയെ സംശയാസ്പദമായ സാഹചര്യത്തിൽ തടഞ്ഞത്. പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച ഡ്രൈവറുടെ വാഹനത്തിൽ നടത്തിയ പരിശോധനയിൽ ബാഗിനുള്ളിൽ ചോദ്യം ചെയ്യലിൽ ടാക്സി മറയായി ഉപയോഗിച്ച മയക്കുമരുന്ന് വിതരണം ചെയ്തതായി പ്രതി സമ്മതിച്ചതായി അധികൃതർ അറിയിച്ചു. ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളുടെ സംയുക്ത നാവിക അഭ്യാസമായി യൂണിയൻ 2025 ഒരുക്കങ്ങൾ കുവൈത്തിൽ പൂർത്തിയായി. അഭ്യാസത്തിൽ പങ്കെടുക്കുന്ന യുദ്ധക്കപ്പലുകളും നാവിക വാഹനങ്ങളും കുവൈത്തിലെ മുഹമ്മദ് അൽ അഹമ്മദ് നാവിക താവളത്തിൽ എത്തിത്തുടങ്ങി. ഈ മാസം ഡിസംബർ 15 വരെ തുടരുന്ന അഭ്യാസത്തിന് കുവൈത്താണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഗൾഫ് മേഖലയിലെ സമുദ്ര പ്രതിരോധം ശക്തിപ്പെടുത്തുകയും അംഗരാജ്യങ്ങളുടെ സാമ്പത്തിക ജലാതിർത്തികളിൽ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നതിനുള്ള സംയുക്ത ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ അഭ്യാസം സംഘടിപ്പിക്കുന്നത്. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പുതിയ പാസഞ്ചർ ടെർമിനൽ T2യുടെ നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് സെൻട്രൽ ഏജൻസി ഫോർ പബ്ലിക് ടെൻഡേഴ്സ് കർശന നിർദ്ദേശം നൽകി. 2026 നവംബർ 30-നകം എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. പൊതുമരാമത്ത് മന്ത്രാലയം കഴിഞ്ഞ ആഴ്ച അംഗീകരിച്ച ഈ മാറ്റങ്ങളും സമയപരിധിക്കുള്ളിൽ ഉൾപ്പെടുത്തണം. നയതന്ത്ര ബന്ധത്തിന്റെ 70ാം വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാർ ഫോൺ സംഭാഷണം നടത്തി. ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അൽ ബുസൈദിയും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കറുമാണ് ബുധനാഴ്ച ഉഭയകക്ഷി ബന്ധം വിലയിരുത്തിയത്. സൗദി ഷൂറ കൗൺസിൽ അംഗങ്ങളുടെ പ്രതിനിധി സംഘം ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. സൗദി ഇന്ത്യൻ പാർലമെന്ററി സൗഹൃദ സമിതി അംഗങ്ങളാണ് കീർത്തിവർദ്ധൻ സിംഗിനെ കണ്ടത്. ന്യൂഡൽഹിയിലെ വിദേശകാര്യ മന്ത്രാലയ ആസ്ഥാനത്തായിരുന്നു കൂടിക്കാഴ്ച.
ദുബായിലെ മിസല ബീച്ചിൽ അത്യാധുനിക വിനോദ സമുച്ചയമായ സിറ്റി ഓഫ് വണ്ടേഴ്സ് ഔദ്യോഗികമായി തുറന്നു. ടൂറിസ്റ്റ് പ്രോജക്ട്സ് കമ്പനിയുടെ നേതൃത്വത്തിൽ വികസിപ്പിച്ച പാർക്ക് രാജ്യത്തെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയ കരുത്താകുമെന്നാണ് പ്രതീക്ഷ. കുടുംബങ്ങൾക്കായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത സമുച്ചയത്തിൽ ഫാന്റസി തീം പാർക്കുകൾ, ആകർഷക ലൈറ്റ് ഷോകൾ, വാട്ടർ സ്പോർട്സ് സൗകര്യങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന വിനോദങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ദുബായ് ഷെയ്ഖ് സായിദ് റോഡിലൂടെ റെന്റിനെടുത്ത കാറുമായി അഭ്യാസ പ്രകടനം നടത്തിയ ടൂറിസ്റ്റിനെതിരെ നടപടി. ദുബായ് പോലീസ് 60 ദിവസത്തേക്ക് വാഹനം പിടിച്ചെടുത്തു. 23 ബ്ലാക്ക് പോയിന്റും 2000 ദിർഹം പിഴയും ചുമത്തി. സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും അപകടപ്പെടുത്താൻ ശ്രമിച്ചതിനാണ് നടപടി. നിയമം ലംഘിച്ച് റോഡിൽ അമിത വേഗതയോ അഭ്യാസ പ്രകടനമോ നടത്തിയാൽ ശക്തമായ നടപടി തുടരുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. 54ാം ദേശീയ ദിനം ആഘോഷിക്കുന്ന UAEക്ക് അഭിവാദ്യമർപ്പിച്ച പ്രവാസികളുടെ 54 കിലോമീറ്റർ കൂട്ടയോട്ടം. ഷാർജയിലാണ് പ്രവാസി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. 13 പേർ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കി. ഷാർജയിലെ യൂണിവേഴ്സിറ്റി ട്രാക്കിൽ പരിശീലനത്തിന് എത്തുന്നവർ കേരള റൈഡേഴ്സ് ക്ലബ്ബ് അംഗങ്ങൾ, ബുഹൈറ കോർണിഷ് റൈഡേഴ്സ് എന്നിവയിലെ അംഗങ്ങൾ എന്നിവരാണ് ഓട്ടം സംഘടിപ്പിച്ചത്. സ്ത്രീകളും കുട്ടികളുമടക്കം 60ഓളം പേർ കൂട്ടയോട്ടത്തിൽ പങ്കെടുക്കാനെത്തി. ഖത്തറിലെ പ്രമുഖ റേഡിയോ ശൃംഖലയായ QFM റേഡിയോയുടെ നവീകരിച്ച ഓഫീസ് സ്റ്റുഡിയോ സമുച്ചയം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ അംബാസിഡർ അടക്കം സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. QFM 98.6 മലയാളത്തിന്റെ പുതിയ ലോഗോ അംബാസിഡർ പ്രകാശനം ചെയ്തു. 2017 ആരംഭിച്ച QFM റേഡിയോ വിപുലമായ സൗകര്യങ്ങളോടെയാണ് പുതിയ ഓഫീസ് സ്റ്റുഡിയോ സമുച്ചയത്തിലേക്ക് പ്രവർത്തനം മാറ്റിയത്. ഇന്ത്യൻ അംബാസിഡർ വിപുൽ പുതിയ സ്റ്റുഡിയോ സമുച്ചയം ഉദ്ഘാടനം ചെയ്തു. പ്രവാസി സമൂഹത്തിനും ഇന്ത്യൻ എംബസിക്കുമിടയിൽ QFM വഹിച്ച പങ്ക് അദ്ദേഹം എടുത്തു പറഞ്ഞു. ശ്രീലങ്കൻ അംബാസിഡർ സിതാര ആസാദ്, QFM റേഡിയോ നെറ്റ്വർക്ക് ചെയർമാൻ ഗാനിം സാദ് M. അൽസാദ് അൽഖുവാരി, വൈസ് ചെയർമാൻ സൗദ് സാദ് അൽഖുവാരി, MD KC അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്നത് നമ്മുടെ സ്പോൺസറുടെ ഒരു നിലപാടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളവും ഇതേ നിലപാടുള്ള ആളുകളാണ്. ഇവിടെ സാമൂഹിക രംഗത്ത് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ നമ്മൾ മുമ്പോട്ട് വന്നിട്ടുള്ളത്. 8 വർഷം മുമ്പ് ആരംഭിച്ചു. അന്ന് ഒരു ചാനൽ, 2 സ്റ്റുഡിയോ, കോവിഡിൻ്റെ തൊട്ട് മുമ്പുള്ള ബ്ലോക്കേഡിൻ്റെ ഒക്കെ സന്ദർഭത്തിലാണ്. പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ടാണ്, എന്നാൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാത്ത പ്രവർത്തന രംഗമാണ്. ഉദ്ഘാടന ദിവസം വൈകിട്ട് ഇന്ത്യൻ കമ്മ്യൂണിറ്റി നേതാക്കൾ സ്റ്റുഡിയോ സന്ദർശിച്ചു. ഒറ്റ ഭാഷാ സ്റ്റേഷനായി 2 സ്റ്റുഡിയോകളോടെ ആരംഭിച്ച QFMന് നിലവിൽ 5 ചാനലുകളുണ്ട്. മീഡിയ 1 ദോഹ. തദ്ദേശ തെരഞ്ഞെടുപ്പ് നാട്ടിലാണെങ്കിലും ചൂടേറിയ ചർച്ചകൾ പ്രവാസ ലോകത്ത് നടക്കുന്നുണ്ട്. നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും വാർത്തകളുമൊക്കെയാണ് മസ്കത്തിലെ പ്രവാസികൾ കൂടിയിരിക്കുമ്പോഴുള്ള ഇപ്പോഴത്തെ ചർച്ച. നാട്ടിലിപ്പോൾ ഇലക്ഷൻ ചൂടാണ്, പക്ഷേ ആ ചൂട് പ്രവാസ ലോകത്തുമുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് മസ്കത്തിലെ മത്രയിലാണ്. ഇവിടെ എൻ്റെ കൂടെ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളുണ്ട്. നാട്ടിലിപ്പോൾ ഇലക്ഷൻ ചൂട് നടക്കുമ്പോൾ അവരും ആ ആവേശത്തിലാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളൊക്കെയാണ് ഇവർ. പല രാഷ്ട്രീയ പാർട്ടികളിലും പ്രവർത്തിച്ച് നാട്ടിൽ ഒരുപാട് കാലം പ്രവർത്തിച്ചവർ തന്നെയാണ് പ്രവാസികളായി എത്തിയത്. നമുക്ക് അവരോട് അവരുടെ നാട്ടിലെ അന്ന് ആ കാലത്തുണ്ടായിരുന്ന ആ ഒരു ഇലക്ഷൻ അനുഭവവും ഇപ്പോൾ അവരുടെ മനസ്സിലുള്ള ആ ഒരു തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നിലവിലുള്ള ഗവൺമെൻറ്റിൻ്റെ ആ ഒരു പോരായ്മയും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ആ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് വിലയിരുത്തിക്കൊണ്ടായിരിക്കും വോട്ടർമാർ വോട്ട് ചെയ്യുക. കാരണം ജനാധിപത്യ രാജ്യത്ത് ഏറ്റവും വലിയ ഒരു പൗരൻ്റെ ആയുധം എന്ന് പറയുന്നത് വോട്ടാണ്. അപ്പോൾ ആ വോട്ട് കൃത്യമായിട്ട് ജനങ്ങൾ വിനിയോഗിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളുള്ളത്. കാരണം കൃത്യമായി പറഞ്ഞാൽ അഴിമതിയും അതുപോലെ തന്നെ സ്വജനപക്ഷപാതവും അതുപോലെ തന്നെ വർഗീയ ഫാഷിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് അവരെ തലോടിക്കൊണ്ടുള്ള ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളും ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണ നടക്കാനിരിക്കുന്നത്. അതുകൊണ്ട് UDF നല്ല ശുഭപ്രതീക്ഷയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. 4.5 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഒരു നിയമസഭാ ഇലക്ഷൻ നമുക്ക് മുന്നിൽ വരികയുണ്ടായി. അന്നും ഇപ്പോഴത്തെ പ്രതിപക്ഷമായിട്ടിരിക്കുന്ന UDFൻ്റെ പ്രധാന ചർച്ച ഭരണവിരുദ്ധ വികാരം തന്നെയായിരുന്നു. അന്നും പിണറായി വിജയൻ്റെ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത ജനങ്ങളുടെ അവകാശങ്ങൾ കറക്റ്റായിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും 2ാം തവണയും പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടത്. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള തിരഞ്ഞെടുപ്പിൽ നിന്ന് വിഭിന്നമായിട്ട് ഒരു മനുഷ്യനെ കൂടുതൽ സ്വാധീനിക്കുന്ന, സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാലും
അതേപോലെ തന്നെ മനുഷ്യൻ്റെ സാഹചര്യങ്ങളോട് കൂടുതൽ സ്വാധീനിക്കപ്പെടുന്ന ഒരു ഇലക്ഷനാണ് ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ. അപ്പോൾ അതിൽ നമ്മൾ നോക്കിക്കാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈദ്യുതിയുടെ ബില്ല് മുതൽ വള്ളക്കരം മുതൽ ഒരു കെട്ടിട നികുതി ആയിക്കോട്ടെ, വീട് നികുതി, ഭൂനികുതി എന്ന് വേണ്ട ഒട്ടുമിക്ക എല്ലാ നികുതികളും നമ്മൾ വർദ്ധിപ്പിക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള എണ്ണയുടെ വില, അതിന് സമാന്തരമായി തന്നെ സെസ്സുകളും മറ്റുമൊക്കെ ആയിട്ട് കേരള ഗവൺമെൻറ്റും, നമുക്കറിയാം ഉമ്മൻചാണ്ടി ഗവൺമെൻറ് സമയത്തൊക്കെ നമുക്ക് ഇളവുകൾ നൽകിയിട്ടുണ്ട്, അധിക ഭാരം നമ്മളിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് 2 രൂപ നമുക്ക് ഏകദേശം അധിക ഭാരമായിട്ട് സെസ് ഉപയോഗപ്പെടുത്തിയിരിക്കാം. പിന്നെ പ്രവാസികൾക്ക് പൊള്ളയ വാഗ്ദാനങ്ങൾ കുറേ നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ മനസ്സിലായി 6 മാസം ജോലിയില്ലാതെ നാട്ടിൽ നിൽക്കുന്നവർക്ക് ഇത്ര പെൻഷൻ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പൊള്ളിയ വാഗ്ദാനങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. ഈ അടുത്തായിട്ട് ഒമാനിലും അതേപോലെ തന്നെ കുവൈത്തോ ഖത്തറിലൊക്കെ പിന്നെ മുഖ്യമന്ത്രി യാത്ര നടത്തിയിട്ടുണ്ട്. എന്താണ് അതിൽ നിന്ന് നമ്മുടെ പ്രവാസികൾക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. വികസനമല്ലാതെ വേറൊന്നും ജനങ്ങളുടെ മുന്നിൽ വെക്കാൻ ഇടതുപക്ഷ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടില്ല. അത് കേരളത്തിലൂടെ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്ന വികസനങ്ങളാണ്. ഈ ദുരന്ത കാലഘട്ടങ്ങളെ പോലും അഴിമതിക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയ ഒരു സർക്കാരിനെ ഇനി എങ്ങനെയാണ് ജനങ്ങൾ സ്വീകരിക്കുക? ചർച്ചകൾ ഇങ്ങനെ ചൂടേറുകയാണ്. ഇലക്ഷൻ നാട്ടിലാണെങ്കിലും അതിൻ്റെ നല്ല തീപ്പൊരു ചർച്ച ഇവിടെ പ്രവാസ ലോകത്തുണ്ട്. അപ്പോൾ എല്ലാവരും നാട്ടിലേക്ക് വിളിച്ച് വോട്ട് അഭ്യർത്ഥിക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലാണ്. മസ്കത്തിലെ മത്രയിൽ നിന്നും അലി കൂട്ടായി, മീഡിയ 1. യുഎഇയുടെയും ഒമാന്റെയും പതാകകൾ പാറുന്ന ഒരു സൈക്കിൾ. തലയിൽ ഹെൽമറ്റും റൈസിംഗ് സ്യൂട്ടുമൊക്കെ ഇട്ട് ഒരാൾ സൈക്കിളിൽ മസ്കത്തിലെ റോഡിലൂടെ പോകുന്നുണ്ട്. യുഎഇ നാഷണൽ ഡേയുടെ ഭാഗമായാണ് പെരുമ്പാവൂർ സ്വദേശി അനീസ് മുഹമ്മദ് മസ്കത്തിലേക്ക് ഒരു സൈക്കിൾ റൈഡിന് തുടക്കമിട്ടത്. ആ കഥ കേൾക്കാം. ഈ സൈക്കിളിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. യുഎഇയിൽ നിന്ന് ഒമാനിലേക്ക് സൈക്കിൾ ഓടിച്ചു വന്ന പെരുമ്പാവൂർകാരനാണ് എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത്. ആ കഥ പുള്ളി തന്നെ പറയും. കഴിഞ്ഞ വർഷം യുഎഇയിൽ 7 എമിറേറ്റ്സിലുമായി അനീസ് തൻ്റെ സൈക്കിളിൽ യാത്ര ചെയ്തിരുന്നു. അന്ന് കിട്ടിയ ഊർജം കൂടിയാണ് ഷാർജയിൽ നിന്നും മസ്കത്തിലേക്ക് സൈക്കിൾ യാത്ര നടത്താൻ അനീസിനെ പ്രചോദിപ്പിച്ചത്. സൈക്കിൾ പ്രാന്ത് കയറിയ ഒരു ചെറുപ്പക്കാരൻ്റെ ആവേശം. ഷാർജ ടു മസ്കറ്റ് 600-നടുത്ത് കിലോമീറ്ററാണ് 3 ദിവസം കൊണ്ട് അനീസ് ചവിട്ടി തീർത്തത്. യുഎഇ ബോർഡർ കടന്ന് ഒമാനിലേക്ക് പ്രവേശിച്ചതിൻ്റെ അനുഭവം ഒത്തിരി പറയാനുണ്ട് അനീസിന്. ഹത്താ ബോർഡറിൽ കിട്ടിയ സ്വീകരണം അമ്പരപ്പിച്ചെന്നും അനീസ് പറയുന്നുണ്ട്. ഒമാൻ്റെയും യുഎഇയുടെയും വീഥികൾക്ക് വലിയ മാറ്റമില്ല. പക്ഷെ പരന്നു കിടക്കുന്ന ഒമാൻ്റെ ഭൂപ്രകൃതിയും പൈതൃകത്തെ മുറുകെ പിടിക്കുന്ന രീതിയും സുൽത്താൻ്റെ അനീസിന് കൂടുതൽ പ്രിയപ്പെട്ടതാക്കുന്നുണ്ട്. യുഎഇയുടെ ഹത്ത ബോർഡർ വഴിയാണ് ഞാൻ ഒമാനിലേക്ക് എൻ്റർ ആയത്. ബോർഡറിലൊക്കെ അവിടുത്തെ ഓഫീസേഴ്സൊക്കെ നല്ല നാഷണൽ ഡേയുടെ അന്നാണ് ഞാൻ ബോർഡർ ക്രോസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ പ്രത്യേകമായി എന്നെ അനുമോദിക്കുകയും യുഎഇയുടെ സ്പെഷ്യൽ സീലൊക്കെയാണ് എൻ്റെ പാസ്പോർട്ടിൽ അവർ സ്റ്റാമ്പ് ചെയ്ത് തരുന്നത്. രാവിലെ 5 അല്ലെങ്കിൽ 6 മണിക്കാണ് സാധാരണ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോ ദിവസവും ഓരോ രീതിയിലാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു 9-9:30 ആകുമ്പോൾ നമ്മൾ സാധാരണ നിർത്തും. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിലാണ് നിർത്തുക. പിന്നെ പോകുന്ന റൈഡിലെ ഇടവേളകളിൽ വെള്ളത്തിനും മറ്റ് വിശ്രമത്തിനായിട്ടും നിർത്താറുണ്ട്. രാവിലെ 6 മണിക്ക് തുടങ്ങുന്ന യാത്ര വൈകിട്ട് 6 മണി വരെയാണ് തുടരുക. ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചഭക്ഷണത്തിനുമായി ബ്രേക്ക് ഇടും. അധികം ക്ഷീണം തോന്നുമ്പോൾ നിർത്തി വെള്ളം കുടിച്ച് വീണ്ടും പുനരാരംഭിക്കും. എത്തുന്ന ഇടങ്ങളിലെ കൂട്ടുകാർ സ്റ്റേ ഒരുക്കും. ഞാൻ സ്റ്റേ ഇപ്പോൾ ടെൻ്റ് അടിച്ച് അല്ലെങ്കിൽ സ്ലീപ്പിംഗ് മാറ്റ് ഇട്ട് അതിന് പറ്റിയ സ്ഥലങ്ങളിൽ വിശ്രമിക്കുക, അങ്ങനെ ഒരു പ്ലാനിലാണ് ഞാൻ എൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലുണ്ടായത്. പക്ഷേ റൈഡിന് കുറച്ച് ദിവസം മുന്നേ ഞാനിങ്ങനെ റൈഡ് പോകുന്നത് 1-2 പേരോട് പറഞ്ഞപ്പോൾ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് പലരും എനിക്ക് താമസ സൗകര്യം ഒരുക്കി തരികയായിരുന്നു. അതിപ്പോൾ ഫുജേറി ആയാലും സോഹാറിലാണെങ്കിലും ഇപ്പോൾ ഇവിടെ സീബിലും ഒക്കെ എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ വഴി അവരെ കെയർ ഓഫും അവരുടെ പരിചയത്തിലുള്ളവരൊക്കെ വെച്ച് എനിക്ക് ആ സൗകര്യം ഒരുക്കി തന്നു. വെറുതെ ഒരു യാത്ര എന്നതിലുപരി ഇതിലൂടെ ഈ ചെറുപ്പക്കാരന് പറയാനുള്ളത് പ്രവാസികളോടാണ്. വിളിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളെ പടിക്ക് പുറത്തു നിർത്താൻ നമുക്ക് കഴിയണം. അത് കൃത്യമായ ഭക്ഷണവും വ്യായാമവും കൊണ്ടാണ് സാധ്യമാകുന്നത്. ഈ യാത്ര ആ സന്ദേശം കൂടി പകരാനുള്ളതാണെന്ന് പറയുകയാണ് ഈ പെരുമ്പാവൂരുകാരൻ. തിരിച്ച് ഷാർജയിലേക്കുള്ള യാത്രക്ക് അയാൾ ഒരുങ്ങുകയാണ്.
മീഡിയ 1 മസ്കത്ത്. ഒരിടവേള കൂടി. ABC Cargo and Courier, #1 in GCC. ഫാമിലിയിൽ കല്യാണമായി ഈ വെഡിംഗ് സീസൺ ആഘോഷമാക്കാം ഫാമിലിക്കൊപ്പം. It's a garbage avalanche. Fighter Cresta on the job. Trying harder, louder, sadder. Fighter Cresta now must stop. Fear not. Bring in the hot pack garbage bag. Durable, tear resistant, oxo biodegradable. A garbage bag you just don't have to drag. Hot pack. We never let you down. KP Chai, blending happiness. Arabic music is very similar to Carnatic. The outside world is a reflection of the inside world. The more we go deeper, the more the world is going to find us. Talented ആയിട്ടുള്ള ഒരുപാട് പേര് വരുന്നുണ്ട്. Most of the Malayalam, the younger generation are doing some beautiful stuff. My inspiration is younger people. I learn from everyone. Everybody has the core personality, individuality. So this is a song of hope. It'll come, just go deeper. People will find you. As Rumi says, all of us are a drop in the ocean. And sometimes we are the ocean in the drop. One സ്റ്റോറിയിൽ അതിഥിയായി എത്തുന്നു AR റഹ്മാൻ. One Story പോഡ്കാസ്റ്റ് മീഡിയ 1 ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ. ഇപ്പോൾ ഡയബറ്റിക് ഫുട്ടിൽ ഇന്റർവെൻഷൻ റേഡിയോളജിക്കാർക്ക് ഒരു സിഗ്നിഫിക്കൻറ്റ് റോളുണ്ട്. ഈ ലക്കം സ്റ്റെതസ്കോപ്പ് വിശദമാക്കുന്നത് ഇന്റർവെൻഷണൽ റേഡിയോളജിയെ കുറിച്ചാണ്. ചില ആൾക്കാർ ഒരു മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സിന് ഇത് ചെയ്യാൻ പറ്റില്ല. ഒരെണ്ണം ആണെങ്കിലും 100 ഫൈബ്രോയിഡ് ആണെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റും. ക്യാൻസർ അല്ലാത്ത മുഴകളുണ്ടാവുമല്ലോ, അത്തരം മുഴകൾ നീക്കം ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ കൈ കൂടെ അല്ലെങ്കിൽ തൊടയിൽ കൂടെ ചെറിയ ട്യൂബുകളിട്ട് ലിവറിൻ്റെ ഉള്ളിലേക്കുള്ള രക്തോട്ടം കണ്ടുപിടിക്കും. അപ്പോൾ കാലിലേക്കുള്ള രക്തക്കൊഴൽ ബ്ലോക്ക് ആവുന്നത് കൂടുതലും ഇത് പുകവലിക്കുന്നവർക്കാണ് വരിക. സ്റ്റെതസ്കോപ്പ് ഞായർ വൈകുന്നേരം 5:30. സ്റ്റെതസ്കോപ്പ് ബ്രോട്ട് യു ബൈ മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, മലപ്പുറം. വാർത്തയിലേക്ക്. ജി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഒമാനിലെ 5ാമത് ഷോറൂം സലാലയിൽ പ്രവർത്തനം ആരംഭിച്ചു. ദോഫാർ കൊമേഴ്ഷ്യൽ രജിസ്ട്രി ഡയറക്ടർ മുബാറക് സയ്യിദ് അൽ ഷഹരിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ജി ഗോൾഡിന്റെ ഒമാനിലെ 5ാമത്തെയും സലാലയിലെ 2ാമത്തെയും ഷോറൂമാണ് പ്രവർത്തനം ആരംഭിച്ചത്. നഗരഹൃദയത്തിൽ അൽസലാം സ്ട്രീറ്റിൽ സെന്റർ സിഗ്നലിന് സമീപമായാണ് പുതിയ ഷോറൂം തുറന്നത്. ഉദ്ഘാടന ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ PK അബ്ദുൾ റസാഖ്, ഡയറക്ടർമാരായ ഒ അബ്ദുൽ ഗഫൂർ, റിഫ റസാഖ് എന്നിവരും സംബന്ധിച്ചു. ആദ്യ വിൽപ്പന അബ്ദുൽ ഹമീദ് ഫൈസിക്ക് നൽകി ഡയറക്ടർ ഒ അബ്ദുൽ ഗഫൂർ നിർവഹിച്ചു. തന്നെ ഒരു വർഷം മുമ്പ് ഞങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു 5 ഷോറൂം ഒമാനിൽ ഓപ്പൺ ചെയ്യുമെന്നുള്ളത്. അൽഹംദുലില്ലാ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ 5ാമത്തെ ഷോറൂം ഓപ്പണിംഗ് ആയിരുന്നു. ആൻഡ് വി ആർ റിയലി ഹാപ്പി. കാരണം വെച്ചാൽ അത് ഈ നാട്ടിൽ ഇത്ര വർഷം നമ്മൾ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ നാട്ടിലെ ആൾക്കാരുടെ സ്വീകാര്യതയും അക്സെപ്റ്റൻസാണ് നമ്മൾ ഇന്ന് നമുക്ക് 5ാമത്തെ ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റിയാൽ വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ അല്ലാ തുടർന്നും നിങ്ങളെ സപ്പോർട്ട് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവണം. അതുകൂടാതെ തന്നെ നമ്മൾ 5ാമത്തെ ഷോറൂമിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ സിൽവറിൻ്റെ കളക്ഷൻസ് ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ വൈഡ് വെറൈറ്റീസ് ഉണ്ട്. കസ്റ്റമേഴ്സിന് വരാം, ചെക്ക് ചെയ്യാം, നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഇന്ത്യ, UAE എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ജി ഗോൾഡിന് ഒമാനിൽ റൂബി, മൊബൈല, സലാലിൽ, സാദ എന്നിവിടങ്ങളിലാണ് ബ്രാഞ്ചുകൾ ഉള്ളത്. നവീനമായ സിൽവർ ആഭരണങ്ങളുടെ ലോഞ്ചിങ്ങും ഇതിനോടൊപ്പം നടന്നു. സീനിയർ വനിതാ പ്രവാസി ആമിന ഹാരിസാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 4 ഗ്രാമിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് 700 പൈസ മാത്രമാണ് മേക്കിംഗ് ചാർജ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 60% നിരക്കിളവുണ്ട്. തെരഞ്ഞെടുത്ത ഒരു പ്രവാസിക്ക് നെക്ലസ് സൗജന്യമായി നൽകി. ഉദ്ഘാടന ചടങ്ങിൽ സലാലയിലെ പൗരപ്രമുഖരും കമ്മ്യൂണിറ്റി നേതാക്കളും സംബന്ധിച്ചു. ഡയറക്ടർ മുഹമ്മദ് ഫജർ, ഒമാൻ ജനറൽ മാനേജർ ഷബീർ, മാനേജർമാരായ ജവാദ്, PM ഫൈസൽ എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1 സലാല. ഒമാനിലെ ഖബൂറയിൽ കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ മരിച്ച കുറ്റ്യാടി സ്വദേശി അസ്ഹറിന്റെ മൃതദേഹം മസ്കത്തിലെ അമീറാത്ത് ഖബറിസ്ഥാനിൽ ഖബറടക്കി. വൈകിട്ട് നടന്ന അന്ത്യകർമ്മങ്ങളിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. വ്യാഴാഴ്ച വൈകിട്ട് ഒമാനിലെ
ഖാബൂറയിലുണ്ടായ വാഹനാപകടത്തിലാണ് അസ്ഹർ മരിച്ചത്. കാർ ഖാബൂറയിൽ വെച്ച് ഡിവൈഡറിലിടിച്ചായിരുന്നു അപകടം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് UDF പത്തരമാറ്റിന്റെ വിജയം നേടുമെന്ന ആത്മവിശ്വാസത്തിലാണ് ജ്യോതികുമാർ ചാമക്കാല. സമീപകാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ UDFന്റെ വിജയം ഉറപ്പാക്കിയതിന് പിന്നാലെയാണ് പത്തനാപുരത്ത് പ്രചാരണ പരിപാടികൾ ജ്യോതികുമാർ ചാമക്കാല ഏകോപിപ്പിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും പത്തനാപുരത്തെ കൈവിടില്ല എന്നാണ് ജ്യോതികുമാർ പറയുന്നത്. ബാലറ്റ് റൈഡ് ഇനി പത്തനാപുരത്ത്. ഈസ്റ്റ് മീഡിയ 1 ബാലറ്റ് റൈഡ് brought to you by ഈസ്റ്റ് സ്പെഷ്യൽ ടീ. ചായ ഇനി എന്നും സ്പെഷ്യലാണ്. ഹായ്, നമ്മുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ്. പത്തനാപുരത്താണ്. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാലയും നമ്മളും ഈ നാടൊന്ന് കാണാൻ പോവുകയാണ്. എന്നിട്ട് എങ്ങനെയുണ്ട് നമ്മളെ ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്താണ്? ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷിയാണ്. കൃഷി തോട്ടം മേഖലയുമാണ്. മലയോര മേഖലയാണ്. നിലമ്പൂർ വാർ റൂമിലായിരുന്നു. അതെ. അപ്പൊ അതേപോലെയുള്ള തന്ത്രങ്ങളും കാര്യങ്ങളും ഇവിടെ ഉണ്ടോ? അതൊക്കെ ഈ പിന്നെ എന്താ പറയുന്നത്, ട്രേഡ് സീക്രട്ട് പുറത്തു പറയാൻ പാടില്ല. മൊത്തത്തിൽ എന്താ ഒരു ട്രെൻഡ് ഇപ്പോൾ? ഇപ്രാവശ്യം UDF അനുകൂലമാണ്. എല്ലാ അർത്ഥത്തിലും UDF അനുകൂലമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം ഇതിനകത്ത് സംസ്ഥാന ദേശീയ രാഷ്ട്രീയം വിലയിരുത്തിയാലും പ്രാദേശിക രാഷ്ട്രീയം വിലയിരുത്തിയാലും എല്ലാം UDF അനുകൂലം തന്നെയാണ്. കളം റെഡിയാക്കി ആര് മത്സരിച്ചാലും പാർട്ടി ആരെ മത്സരിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയാലും അവർക്ക് ഈ നിയമവെള്ളം പിടിക്കാൻ കഴിയുന്ന ഒരു അടിസ്ഥാനപരമായ സൗകര്യമുണ്ട്. അപ്പോൾ നമ്മളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നതല്ലേ ഇവിടുത്തെ? അതെ. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. ജ്യോതിയുടെ അപ്പോൾ ഇത്തവണ വലിയ ആത്മവിശ്വാസത്തിലാണ് ഇറങ്ങുന്നത്. ഭൂരിപക്ഷം പഞ്ചായത്തുകളും ഞങ്ങൾ ഇത്തവണ UDF അനുകൂലമാക്കുന്നതിൽ തർക്കമില്ല. അത് എത്രത്തോളം എത്തുമെന്ന് റിസൾട്ട് വന്നതിന് ശേഷം പറയാം. പക്ഷേ ഒരു കാര്യം മിനിമമായി പറയാം, ഭൂരിപക്ഷം പഞ്ചായത്തുകളിലും ഉപതെരഞ്ഞെടുപ്പിൽ നമ്മളൊരു മാസം ആണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് പലപ്പോഴും അവിടെ ചെല്ലാറ്. പിന്നെ അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരെയൊക്കെ പരിചയപ്പെട്ട് ആ സിസ്റ്റം കയ്യിലെടുക്കാൻ തന്നെ കുറച്ച് ദിവസം എടുക്കും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എനിക്ക് ചിരപരിചിതരായിട്ടുള്ള സഹപ്രവർത്തകരാണുള്ളത്. അവരുമായി ചേർന്ന് വളരെ പെട്ടെന്ന് ഈ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മുടെ പാർട്ടിയുടെ മെഷീനറി നീക്കിക്കൊണ്ടുപോകാൻ വളരെ എളുപ്പമായിരുന്നു. പക്ഷേ ആ അർത്ഥത്തിൽ ഞങ്ങൾ പരിപൂർണമായും വിജയിച്ചിട്ടുണ്ട്. ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ ഏജന്റ് പാർട്ടിയോട് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് പ്രേസ് ചെയ്യുന്ന ഇഷ്യൂസ് അതേതായാലും ഞങ്ങൾ 24 മണിക്കൂർ മുമ്പിൽ പരിഹരിക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മോക്ഡ്രില്ലാണ്. അല്ല, ഇവിടെ UDFന്റെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. ഇത് പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളത്. UDFിൽ നിൽക്കുമ്പോഴും ഇപ്പോഴത്തെ MLA ജയിച്ചിട്ടുണ്ട്, അദ്ദേഹം LDFിൽ നിന്നപ്പോഴും ജയിച്ചിട്ടുണ്ട്. വ്യക്തിപരമായി പത്തനാപുരത്ത് ഒന്നുകൂടെ ഇറങ്ങി എതിരാളി ഒന്ന് വിറപ്പിക്കണം, പരാജയപ്പെടുത്തണം എന്നൊരു മോഹം വ്യക്തിപരമായിട്ടുണ്ടോ? അത് വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കുക അല്ലാതെ എൻ്റെ വയലിൽ കിട്ടില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ തോറ്റതിന് ശേഷം ഈ പറഞ്ഞതുപോലെ ഇവിടെ തന്നെ നിലനിന്നിട്ടുണ്ട്. ഇനി അതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് പാർട്ടി തന്നെയാണ്. അപ്പോൾ സ്വർണ്ണക്കൊള്ള വിഷയം കോൺഗ്രസ് വലിയ സജീവമായി, UDF വളരെ സജീവമായി ഉയർത്തിയെങ്കിലും അതിനെ മറികടക്കുന്നതായി പോയല്ലോ രാഹുൽ വിഷയം. ശ്രീകോവിലിൻ്റെ ഈ പറയുന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അത് രാഹുലിൻ്റെ വിഷയമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അത് വിശ്വാസികളെ വഞ്ചിച്ച ഒരു വിഷയമാണ്. അതിനകത്ത് സർക്കാരും ദേവസ്വം ബോർഡും ഇടതുപക്ഷത്തിൻ്റെ ദേവസ്വം ബോർഡും സജീവമായി ഇടപെടുകയും പങ്കാളികളാകുകയും 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ MLA ഉൾപ്പെടെ CPMന്റെ ഉന്നതരായ നേതാക്കൾ ജയിലിൽ കിടക്കുന്ന ഒരു സംഭവമാണ്. രാഹുലിൻ്റെ വിഷയം വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ചില നടപടികളെ സംബന്ധിച്ചുള്ള തർക്കമാണ്. നോക്കൂ, അവിടെ കാണേണ്ട ഒരു കാര്യം, കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി പരാതിക്കാരി പോലും പരസ്യമായി വരുന്നതിന് മുമ്പ് തന്നെ നടപടിയെടുത്ത ഏക പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. മറിച്ച് മുകേഷിൻ്റെ കാര്യത്തിലോ ഞങ്ങൾ ആരെയും ഈ വിഷയത്തിൽ സംരക്ഷിക്കില്ല എന്ന് മാത്രമല്ല, ഞങ്ങളുടെ മുതിർന്ന നേതാക്കളെല്ലാം പറയുന്ന ഒരേ സ്വരത്തിൽ പറയുന്നത് ഇതിനകത്ത് നടന്നു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഞങ്ങളെ ഇലക്ഷൻ തൽക്കാലം തദ്ദേശം കഴിഞ്ഞിട്ടുള്ളൂ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ ഇതുവഴി വീണ്ടും വരും. കാണണം. ഓക്കെ, അതിലുണ്ട് വരികൾക്കിടയിൽ വായിക്കണമെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞു. നമ്മളെ യാത്ര തുടരുകയാണ്. ഫിഫ ലോകകപ്പിനുള്ള ഗ്രൂപ്പുകളുടെ നറുക്കെടുപ്പ് പുരോഗമിക്കുന്നു. 4 പോട്ടുകളിലായി 48 ടീമുകളാണ് നറുക്കെടുപ്പിൽ. ഇതിൽ 42 ടീമുകൾ ഇതിനകം യോഗ്യത നേടിയിട്ടുണ്ട്. 6 ടീമുകൾ പ്ലേ ഓഫിലൂടെ യോഗ്യത നേടണം. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഹരി ഗോവിന്ദ് വിവരങ്ങൾ നൽകും. ഹരി, നറുക്കെടുപ്പ് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? പോർട്ട് 1 പൂർത്തിയായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ്, ഏതൊക്കെ ടീമുകളാണ് ഇടം പിടിച്ചിരിക്കുന്നത്?
അനീഷ, ലോകം കാത്തിരിക്കുന്ന കായിക ഉത്സവം, ഏറ്റവും വലിയ കായികോത്സവത്തിന് ഇനി കുറച്ച് നാളുകൾ മാത്രമാണ് ബാക്കിയിരിക്കുന്നത്. ജൂൺ 11-നാണ് ലോകകപ്പ് ആരംഭിക്കുന്നത്. ഫിഫ ലോകകപ്പിന് വേണ്ടി എല്ലാ ഫുട്ബോൾ ആരാധകരും ഒരുപോലെ കാത്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായി തന്നെ ഏറ്റവും വലിയ ആവേശത്തിലാണ് ഇന്നത്തെ ഒരു ഗ്രൂപ്പ് ഘട്ടത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നമ്മൾ ഉറ്റുനോക്കുന്നത്. പക്ഷേ കാര്യമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ തുടങ്ങിയിട്ടില്ല. ആകെ ആതിഥേയരെ മാത്രമാണ് ഗ്രൂപ്പ് തിരിച്ചിട്ടുള്ളത്. ആതിഥേയരായ ഇത്തവണ ലോകകപ്പ് നടക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും മെക്സിക്കോയിലും കാനഡയിലുമായിട്ടാണ് ലോകകപ്പ് നടക്കുന്നത്. അപ്പോൾ ആതിഥേയരെ മാത്രമാണ് ഇത്തവണ ഇപ്പോൾ തുടക്കത്തിൽ ഒരു ഗ്രൂപ്പിലേക്ക് ആക്കിയിട്ടുള്ളത്. ആദ്യം മെക്സിക്കോയാണ് നറുക്കെടുപ്പിലൂടെ ഗ്രൂപ്പ് എയിലേക്ക് വന്നത്. പിന്നീട് അമേരിക്ക ഗ്രൂപ്പ് ബിയിലും, അതോടൊപ്പം തന്നെ അമേരിക്ക ഗ്രൂപ്പ് ഡിയിലും കാനഡ ഗ്രൂപ്പ് ബിയിലുമാണ് എത്തിയിരിക്കുന്നത്. ഈ 3 ആതിഥേയരെ മാത്രമാണ് നിലവിൽ ഗ്രൂപ്പ് തിരിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള വമ്പന്മാരൊക്കെ ഇപ്പോഴും പോർട്ടിൽ ബാക്കി കടക്കുകയാണ്. ബ്രസീൽ, അർജന്റീന, പോർച്ചുഗൽ, അതോടൊപ്പം തന്നെ ജർമ്മനി, സ്പെയിൻ ഉൾപ്പെടെയുള്ള ടീമുകൾ ഇപ്പോഴും ആ ഒരു പോർട്ടിൽ ഏത് ഗ്രൂപ്പിലേക്കാണ് പോകുക എന്ന് നമ്മൾ ഉറ്റുനോക്കുകയാണ്. ഏറ്റവും ആവേശത്തിൽ തന്നെയാണ് ആരാധകരുള്ളത്. ഏതൊക്കെ ടീമുകൾ തമ്മിലായിരിക്കും ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏറ്റുമുട്ടുക, പ്രമുഖർ തമ്മിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ കളികൾ വരുമോ, ഏതെങ്കിലും നല്ല ടീമുകൾ പ്രീ ക്വാർട്ടറിനും ക്വാർട്ടറിനും ഒക്കെ മുന്നേ പുറത്തേക്ക് പോകുമോ എന്നുള്ളൊരു വലിയ ആകാംക്ഷയൊക്കെ ഇപ്പോൾ തന്നെ ആരാധകർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഉറ്റുനോക്കുന്നത്. നമുക്കറിയാം പോർട്ട് 1-ൽ തരംതിരിച്ചിരിക്കുന്നത് US, മെക്സിക്കോ, കാനഡ. ഈ 3 ആതിഥേയരാണ് പോർട്ട് 1-ൽ ആദ്യമുള്ളത്. അവരോടൊപ്പം സ്പെയിൻ, അർജന്റീന, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ബ്രസീൽ, പോർച്ചുഗൽ, നെതർലൻഡ്സ്, ബെൽജിയം, ജർമ്മനി എന്നിവരാണ് പോർട്ട് 1-ലുള്ളത്. പോർട്ട് 2-ൽ കരുത്തരായ ക്രൊയേഷ്യയുണ്ട്. മൊറോക്കോ, കൊളംബിയ, ഉറുഗ്വായ്, സ്വിറ്റ്സർലൻഡ്, ജപ്പാൻ, സെനഗൽ, ഇറാൻ, ദക്ഷിണ കൊറിയ, ഇക്വഡോർ, ഓസ്ട്രേലിയ എന്നീ ടീമുകളാണ് പോർട്ട് 2-ലുള്ളത്. പോർട്ട് 3-ലേക്ക് വരുമ്പോൾ നോർവേ, പനമ, ഈജിപ്ത്, അൾജീരിയ, സ്കോട്ട്ലൻഡ്, പരാഗ്വേ, തുനീഷ്യ, ഐവറി കോസ്റ്റ്, ഉസ്ബെക്കിസ്ഥാൻ, ഖത്തർ, സൗദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക എന്നീ ടീമുകളാണ് പോർട്ട് 3-ലുള്ളത്. പോർട്ട് 4-ലേക്ക് വരുമ്പോൾ നിലവിൽ ജോർഡൻ, കേപ്പ് വെർഡെ, ഖാന, കുർസാവോ, ഹെയ്ത്തി, ന്യൂസിലൻഡ് ഇത്തരം ടീമുകളാണ് നിലവിലുള്ളത്. അതിലേക്ക് ഇനിയൊരു 6 ടീമുകൾ കൂടി യോഗ്യത കളിച്ചെത്തേണ്ടതുണ്ട്. യൂറോപ്പിൽ നിന്നുള്ള 4 ടീമുകൾ യോഗ്യത കളിച്ചെത്തണം. അതിൽ തന്നെ കരുത്തരായ ഒരുപാട് ടീമുകളുണ്ട്. ഇറ്റലി ഉൾപ്പെടെയുള്ള ടീമുകൾ ഇപ്പോഴും യോഗ്യത നേടാനാവാതെ പുറത്തു നിൽക്കുകയാണ്. അപ്പോൾ അവർ യോഗ്യതാ മത്സരങ്ങൾ കളിച്ചിനി ലോകകപ്പിൻ്റെ ഈ ഒരു 48 ടീമിൻ്റെ ലിസ്റ്റിലേക്ക് വരേണ്ടതുണ്ട്. ഇറ്റലി ഉണ്ട്, അയർലൻഡ് ഉണ്ട്, വെയിൽസ് ഉണ്ട്, യുക്രൈൻ, സ്വീഡൻ, പോളണ്ട്, തുർക്കി, അങ്ങനെ വലിയ ടീമുകൾ. ഡെൻമാർക്ക് നമുക്കറിയാം കഴിഞ്ഞ ലോകകപ്പിൽ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്തൊരു ടീമാണ്. ഡെൻമാർക്ക് ഉൾപ്പെടെ ഇപ്പോഴും ലോകകപ്പിന് എത്താൻ കഴിയാതെ യോഗ്യതാ മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ജമൈക്ക, അങ്ങനെ ആഫ്രിക്കൻ ടീമുകളും ഒരുപാട് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ യോഗ്യതാ മത്സരങ്ങൾക്ക് ശേഷം മാത്രമേ 48 ടീമുകളുടെ ഒരു പട്ടിക നമുക്ക് ഉറപ്പാക്കാൻ കഴിയുകയുള്ളൂ. നിലവിൽ 42 ടീമുകൾ യോഗ്യത നേടിയിട്ടുണ്ട്. അതിൽ തന്നെ ബ്രസീൽ, അർജന്റീന ഉൾപ്പെടെയുള്ള പ്രമുഖർ, നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയുടെ മത്സരങ്ങൾക്ക് വേണ്ടി ആരാധകർ ഉറ്റുനോക്കുന്നുണ്ട്. ബ്രസീൽ നമുക്കറിയാം കഴിഞ്ഞ ടൂർണമെന്റിൽ വലിയ പ്രതീക്ഷകളോടെ വന്നെങ്കിൽ അവർക്ക് ആ ഒരു കിരീടത്തിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്ന ഇക്കുറി പരിശീലകനെയൊക്കെ മാറ്റി കാർലോ ആൻസലോട്ടിയുടെ കീഴിൽ പുതിയൊരു ബ്രസീലായി തന്നെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഈ നമുക്കറിയാം ബ്രസീൽ, അർജന്റീന, പോർച്ചുഗൽ ഈ 3 ടീമുകൾക്കും കേരളത്തിൽ വലിയ ആരാധകരുണ്ട്. അവരുടെ ഒരു ഗ്രൂപ്പിലേക്ക് തന്നെയായിരിക്കും ആരാധകർ എത്തി നോക്കുന്നത്. അതുപോലെ ജർമ്മനി, സ്പെയിൻ, ഫ്രാൻസ് ഈ വമ്പന്മാരൊക്കെ ഏത് ഗ്രൂപ്പിലേക്ക് പോകുമെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ നറുക്കെടുപ്പ് പുരോഗമിക്കുകയാണ്. ഒരു പുലർച്ചയോടെ ആയിരിക്കും ഒരു അന്തിമ പട്ടിക നമുക്ക് കിട്ടുകയുള്ളൂ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനീഷ.